ജിം എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഒരു ലേഡീസ് ജിമ്മിന് വേണ്ടിയിട്ട് ഇത്രയും എമൗണ്ട് ചെലവാക്കിയിട്ട് ഇങ്ങനെ ഒരു സംരംഭം വേണോ? എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയാൽ അത് ഒരിക്കലും വിജയിക്കാതിരിക്കില്ല എന്നുള്ളത്. ഹായ്, ഞാൻ ഷെറീന. ഞാനൊരു ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത്. അപ്പോഴാണ് എനിക്ക് എന്തുകൊണ്ട് ഒരു ലേഡീസ് ജിം സ്റ്റാർട്ട് ചെയ്തുകൂടാന്നുള്ളൊരു തോട്ട് എൻ്റെ മൈൻഡിൽ വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് അത് സംസാരിച്ചു. അപ്പോൾ ഹസ്ബൻഡും ഓക്കെ പറഞ്ഞപ്പോഴാണ് എൻ്റെ സിസ്റ്റേഴ്സിനും ഞാനും കൂടിയിട്ടാണ് പിന്നെ അങ്ങനെ ഒരു സംരംഭം തുടങ്ങാന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ബ്രാൻഡ്സിനെ സമീപിച്ചു, ഷോപ്സുമായിട്ട് ഞങ്ങൾ പോയി കണ്ടു, സംസാരിച്ചു. പക്ഷേ ഞങ്ങളുടെ ഏരിയ, ഞങ്ങളുടെ ഒരു ബഡ്ജറ്റ്, അതിലൊതുങ്ങുന്ന ഒരു സംഭവം നമുക്ക് എവിടുന്നും സാറ്റിസ്ഫൈഡ് ആയില്ല. അങ്ങനെയാണ് അറ്റ് ലാസ്റ്റ് ഞങ്ങൾ പെരിന്തൽമണ്ണയിലുള്ള അപ്സരയിൽ നിയാസിൻ്റെ അടുത്തെത്തിയത്. മുസ്തഫയ്ക്കും സിറിയന്റെയും ഫസ്റ്റ് എന്നെ വന്ന് അപ്രോച്ച് ചെയ്യുന്നത് അവർക്കൊരു ബെസ്റ്റ് ലേഡീസ് ജിം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അവരുടെ കൺസേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എക്യുപ്മെന്റ് ആയിരിക്കണം, അതും മിനിമം ബഡ്ജറ്റിലായിരിക്കണം. അതുപോലെ തന്നെ ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് ഇതും നിർബന്ധമായിട്ട് അവർക്ക് കിട്ടിയിരിക്കണം. നമ്മുടെ ഈ ലിമിറ്റഡ് സ്പേസിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ്, അതാണ് നിയാസ് സജസ്റ്റ് ചെയ്ത് തന്നത്. നമ്മുടെ ഫങ്ഷണൽ ട്രെയിനർ വിത്ത് സ്മിത്ത് പോലെയുള്ള മെഷീൻസ്, അതിൽ തന്നെ 40-ലധികം വർക്കൗട്ട്സ് ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ്, അങ്ങനെയുള്ള മെഷീൻസ് ആണ് ഓരോന്നും അവൻ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവരെ സൈറ്റ് വിസിറ്റ് ചെയ്ത സമയത്താണ് അവർക്കൊരു ലിമിറ്റഡ് ഏരിയ ഉള്ളൂ. അതുപോലെ തന്നെ ആ ഏരിയയിൽ തന്നെ ഒരുപാട് പില്ലേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സ്റ്റേഷൻസ് അല്ലെങ്കിൽ മെഷീൻസ് എക്യുപ്മെന്റ്സ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റേഷൻസും എല്ലാം മൾട്ടി സ്റ്റേഷൻസ് ആക്കി. എല്ലാ മൾട്ടി സ്റ്റേഷൻസ് പറയുമ്പോൾ നമുക്ക് എല്ലാ മെഷീൻസിലും ചുരുങ്ങിയത് 2 കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. കൂടാതെ നമ്മൾ ആഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ട്രെയിനർ വിത്ത് സ്മിത്തും കൂടെ വരുന്നതാണ്. സാധാരണ ജിമ്മുകളിലൊക്കെ സ്മിത്ത് വേറെ, ഫംഗ്ഷൻ ട്രെയിനർ വേറെ ആയിരിക്കും. ഈ ഫംഗ്ഷൻ ട്രെയിനർ വിത്ത് സ്മിത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഏകദേശം ഒരു 40+ വർക്ക്ഔട്ട്സ് നമുക്ക് അതിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് സ്പേസ് സേവിംഗ് ആയിട്ടുള്ള ജിമ്മാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അതും ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ നമ്പർ ഫിറ്റ്നസ് ബ്രാൻഡ് ആയിട്ടുള്ള എയറോഫിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഫിറ്റ്നസ് എക്യുപ്മെന്റ്സ് വെച്ചിട്ടാണ്. ഈ തിരൂർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഒരു ജിം ആവശ്യമുണ്ടോ എന്നുള്ളതായിരുന്നു ഞാൻ ഡിസ്കസ് ചെയ്ത സമയത്ത് എല്ലാവരും ചോദിച്ചത്. അപ്പോൾ എനിക്കറിയാം ഇവിടുത്തെ സ്ത്രീകൾക്ക് ഒരു അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് ലേഡീസ് ജിം എന്നുള്ളത്. കാരണം ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് നല്ലൊരു ലേഡീസ് ജിം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അങ്ങാടിപ്പുറം അല്ലെങ്കിൽ പെരിന്തൽമണ്ണ അവിടെയൊക്കെ പോകണം. അവർക്ക് അടുത്ത കൺസേൺ നമ്മൾ ഇത്രയും പ്രീമിയം ആയിട്ട് ഒരു ജിം സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് വെച്ചിട്ട് ജിം സെറ്റ് ചെയ്യുന്ന സമയത്ത് ബഡ്ജറ്റ് ഓവറായി പോകുന്നുള്ളതായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. ഞാൻ അവർക്ക് ചെയ്ത് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറോഫിന്റെ ഒരു 6-7 സീരീസ് വരുന്നുണ്ട്. പ്രീമിയം സീരീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബഡ്ജറ്റ് സീരീസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം ഒരു കൊളാബ് എന്ന് വെച്ചാൽ ഓരോ സീരീസിൽ നിന്നും നമുക്ക് നീഡഡ് ആയിട്ടുള്ള എക്യുപ്മെന്റിന്റെ ഏറ്റവും ബെസ്റ്റ് എക്യുപ്മെന്റ് എടുത്തിട്ടാണ് ഞാൻ അവർക്ക് സെറ്റ് ചെയ്തത്. അതും വിത്ത് ഡുവൽ സ്റ്റേഷൻസ് ആണ്. ഓർഡർ പ്ലേസ് ചെയ്തിട്ട് വെറും 3 days കൊണ്ട് നമുക്ക് ഈ ഒരു ജിം സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു 1 day ട്രാൻസ്പോർട്ടേഷനും 2 days കൊണ്ട് ഇൻസ്റ്റാളേഷനും ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിയാസിനോട് സംസാരിച്ചു. നമ്മുടെ ബഡ്ജറ്റ്, ഒരു ലേഡീസ് ജിമ്മിന് വേണ്ട മെഷീൻസ്, കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവന്റെ ഹെൽപ്പോടുകൂടി എല്ലാം മിതമായ നിരക്കിൽ അവൻ ഞങ്ങളടുത്ത് അവതരിപ്പിച്ചു തന്നു. വേണ്ട എക്യുപ്മെന്റ്സ് ആണെങ്കിലും മെഷീൻസ് ആണെങ്കിലും എല്ലാം അവൻ നന്നായിട്ട് പറഞ്ഞു തന്നു. ഒരു 1 weekനുള്ളിൽ നമ്മൾ അവന്റെ അടുത്ത് കൊടുത്ത ഓർഡർ എല്ലാം സൈറ്റിൽ എത്തിച്ചു തന്നു. നല്ല രീതിയിൽ തന്നെ അത് അസംബിൾ ചെയ്ത് തന്ന് എല്ലാം ഓക്കെ ആക്കി തന്നു. അതുപോലെ ആഫ്റ്റർ സർവീസ് ആണെങ്കിലും എല്ലാം ഓക്കെയാണ്. എന്ത് കാര്യത്തിന് വിളിച്ചാലും ഉഷാറായിട്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഔട്ട്പുട്ടാണ് നമ്മുടെ ഇന്നത്തെ കാണുന്ന ഈ കയാന എന്ന് പറയുന്ന ഒരു ലേഡീസ് ജിം. ഇവർക്ക് ഉണ്ടായിരുന്ന അടുത്തൊരു കൺസേൺ ആയിരുന്നു ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് എങ്ങനെയിരിക്കും എന്നുള്ളത്. കഴിഞ്ഞ 18 വർഷമായിട്ട് ഞങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്തൊരു ഫീൽഡാണ് സർവീസ് എന്ന് പറയുന്നത്. രജിസ്ട്രേഷൻ പർപ്പസിനാണെങ്കിലും കൊമേഴ്ഷ്യൽ പർപ്പസിനാണെങ്കിലും സർവീസ് എന്ന് പറയുന്നത് A to Z ഞങ്ങൾ അഷ്യൂർഡ് ആണ്. ആ ഒരു ഉറപ്പ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരിട്ടൊരു ചലഞ്ചായിരുന്നു നല്ലൊരു ട്രെയിനർ, അതും ലേഡീസ് ട്രെയിനറെ കിട്ടുക എന്നുള്ളത്. അറ്റ് ലാസ്റ്റ് അതും എനിക്ക് ശരിയായി കിട്ടി. കോട്ടയം റെപ്രസെന്റ് ചെയ്ത് നല്ലൊരു വെയിറ്റ് ലിഫ്റ്റർ ആയിരുന്നു അവള്, നല്ലൊരു ട്രെയിനറാണ്. അപ്പോൾ അതും എനിക്ക് എൻ്റെ നാട്ടുകാർക്ക് ലേഡീസ് ജിം എന്നൊരു കൺസെപ്റ്റിന് വേണ്ടിയിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു ക്ലയന്റിനെ കിട്ടിയതിൽ ഞാൻ റിയലി ഹാപ്പിയാണ്. കാരണം ഒരു ലേഡീസ് ജിം, അത് ഒരു വുമൺ മുൻകൈ എടുത്ത് തുടങ്ങുക, ആ ഒരു വുമൺ എംപവർമെന്റിൽ അപ്സര ഫിറ്റ്നസിന് ഒരു പാർട്ടാവാൻ പറ്റുന്നതിൽ ഐ എം റിയലി ഹാപ്പി.